2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യടാ. കുറച്ച് പേരും കൂടി കയറട്ടെ കേട്ടോ, എന്നിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2-3 പേര് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ADB എന്ന് പറഞ്ഞൊരു ടൂളാണ്. ആൻഡ്രോയിഡ് ഡീബഗിംഗ് എന്ന് പറഞ്ഞൊരു ടൂൾ വെച്ചാണ് ADB യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻഡ്രോയിഡ് ഡിവൈസിനെ ആക്സസ് ചെയ്യാൻ പോണേ. അപ്പോൾ ആദ്യം നമ്മൾ ആ ടൂൾ എന്താണെന്ന് നോക്കും. പിന്നെ അതിനകത്ത് നിന്ന് എന്തൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ റിമോട്ട്ലി അതിനെ കണക്ട് ചെയ്യാൻ നോക്കും. റിമോട്ട്ലി നമ്മൾ ആൻഡ്രോയിഡ് ഡിവൈസിനെ എങ്ങനെയാണ് അത് റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കും. പിന്നെ എല്ലാം കൂടി ലാസ്റ്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ റിമോട്ട്ലി സിസ്റ്റത്തിനെ, അതായത് ആൻഡ്രോയിഡ് ഡിവൈസിനെ ഷട്ട് ഡൗൺ ചെയ്യാൻ നോക്കും. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോണേ. അപ്പോൾ ആരെങ്കിലും ഈ കൂട്ടത്തിലുള്ളവർ ADB എന്ന് പറഞ്ഞൊരു വാക്ക് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ADB എന്ന് പറഞ്ഞൊരു ടൂള്, ആൻഡ്രോയിഡ് ഡീബഗിംഗ് എന്ന് പറഞ്ഞ് ഒരു ടൂൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ കൂട്ടത്തിൽ? ആരെങ്കിലും ആൻഡ്രോയിഡ് ഫോണിനെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആൻഡ്രോയിഡ് ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും? ഇൻഫിനിറ്റ് എക്സ് കേട്ടിട്ടുണ്ടല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഒരാൾ കേട്ടിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഏതാ ഏതാ ഇത്? ADB-നെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ നമ്മൾ ടോപ്പിക് പഠിക്കാൻ പോണേ ആൻഡ്രോയിഡ് ഡീബഗിംഗ് ക്ലാസ് കിട്ടിയിട്ടുണ്ട് കുറച്ച്. ഓക്കെ ഓക്കെ. അത് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാറുണ്ട്? ADB ടൂൾ യൂസ് ചെയ്തിട്ട് ആൻഡ്രോയിഡ് ഫോണിൽ എന്തെങ്കിലും മോഷൻ ടൂൾ എന്നുകൊണ്ട് ഒരു സാധനം വെച്ചിട്ട് ജെനി മോഷൻ വെച്ചിട്ട് മിറർ ചെയ്യാൻ പറ്റും. മിററിങ്ങിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യണേ, ജെനി മോഷൻ വെച്ച്. അല്ല, ADB ടൂൾ വെച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആൻഡ്രോയിഡിനെ അറ്റാക്കോ അല്ലെങ്കിൽ അതിനകത്തൊരു ആപ്ലിക്കേഷൻ? ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ, അത് ഫുൾ ആയിട്ട് ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. കുഴപ്പമില്ല. എന്തായാലും അപ്പൊ കുറച്ച് പാർഷ്യലി അറിയണവർ കുറച്ച് പേരുണ്ട് ഈ കൂട്ടത്തിൽ, ഒന്നും അറിയാത്തവർ കുറച്ച് പേരുണ്ട്. അപ്പൊ പ്രശ്നമില്ല, തുടക്കം തൊട്ടേ പോവാം. എന്നിട്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ഇത് ആൻഡ്രോയിഡ് ഡീബഗിംഗ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വെർസറ്റൈൽ ടൂളാണ്. അതായത് ആൻഡ്രോയിഡ് ഡിവൈസിനെ കണക്ട് ചെയ്യിപ്പിക്കാൻ കുറച്ച് കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് അത് കൺട്രോൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ADB ടൂൾ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡെവലപ്പിങ്ങിനും ഡെവലപ്പേഴ്സാണ് ഇത് യൂസ് ചെയ്യണേ. അപ്പം ഇതിനകത്ത് നിന്ന് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എത്തിക്കൽ ഹാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണം. അപ്പോൾ ആൻഡ്രോയിഡ് ഡിവൈസ് നമുക്ക് ആ ടൂൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ ലോഗ്സ് മോണിറ്റർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും അതിനകത്ത് വല്ല ആപ്ലിക്കേഷൻ വല്ലതും കയറ്റാൻ പറ്റും. പിന്നെ കൂടാതെ തന്നെ വല്ല ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ലോഗ്സ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ റിമോട്ടിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നിങ്ങളുടെ ഇപ്പം ആൻഡ്രോയിഡിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഇൻബിൽഡ് ആയിട്ടുള്ള ആപ്സ് അല്ലേ, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഈ കാൽക്കുലേറ്റർ അങ്ങനത്തെ ഉള്ള
കാൽക്കുലേറ്ററും അങ്ങനത്തെ ഉള്ള ഇൻബിൽഡ് ആയിട്ടുള്ള ആപ്സ് നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ ടോപ്പിക്, റിമോട്ട് അറ്റാക്ക് ആൻഡ് കൺട്രോൾ ഓഫ് ആൻഡ്രോയിഡ് ഡിവൈസ് വയ ADB എന്ന് പറഞ്ഞാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ അതിന് ആദ്യം ADB ഇത് എന്താണെന്ന് അറിയണം. അപ്പോൾ ADB ഒരു കമാൻഡ് ലൈൻ ഇന്റർഫേസ് ടൂളാണ്, ആൻഡ്രോയിഡ് ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഒരു ലിനക്സ് ഷെല്ലാണ്, യുണിക്സ് ഷെല്ലാണ്, നമുക്ക് യുണിക്സിൻ്റെ ഷെല്ലാണ് നമുക്ക് കിട്ടുന്നത് നമ്മളിത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ മോഡലാണ് ഇത് യൂസ് ചെയ്യണത്. ഇതാണ് മേജർ കമാൻഡ്സും കാര്യങ്ങളും. ഇതൊക്കെ കേട്ട് കാണുമായിരിക്കും നിങ്ങൾ ഉള്ളവർ. അതായത് ഇത് നമ്മളെന്തായാലും ഹാൻഡ്സ് ഓൺ എന്തായാലും ചെയ്യും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ADBയുടെ കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ. ADB ഡിവൈസ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്, ADB ഷെൽ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്, ADB ഇൻസ്റ്റാൾ ആൻഡ് അൺഇൻസ്റ്റാൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ആപ്പ് വേണമെങ്കിൽ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം, ഒരു ആപ്പ് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് അൺഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ADB ലോഗ് ക്യാറ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലോഗ്സ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിലോ എന്തെങ്കിലും ഒരു വൈറസ് ഉള്ള ഫയൽ റൺ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ഈ ലോഗ് ഫയൽ വഴി കിട്ടും. ഈവൻ ദോ ആപ്ലിക്കേഷൻ ഇടാണെങ്കിൽ പോലും നമുക്ക് ലോഗ് വഴി വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും ആ ആപ്ലിക്കേഷൻ എന്തായിരിക്കുന്നത്. പറഞ്ഞു അയ്യോ നിൽക്കി നീ ഇപ്പോഴേ പറഞ്ഞത് ഭാഗ്യം. ഒരു സെക്കൻഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് ടൂൾസ് എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ADB ഡിവൈസസ് ഇത് ഓരോരോ കമാൻഡാണ്. ഇത് ഓരോരോ കമാൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് അത് നമ്മൾ റിയൽ ഡെമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ബേസിക് ആയിട്ട് ADB എന്ന് കമാൻഡ്സ് ആണ് ഇതെല്ലാം. ADB ഡിവൈസ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അപ്പോൾ ഈ ഡിവൈസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ലിസ്റ്റ് ചെയ്യും. ADB ഷെൽ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ADB ഷെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഡിവൈസ് ആൻഡ്രോയിഡിന്റെ ഷെല്ലിലോട്ട് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള ഫയൽസും കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻസ്റ്റാളും അൺഇൻസ്റ്റാൾ കമാൻഡ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതേപോലെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ADB ലോക്യാറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ADB ലോക്യാറ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കുറേ ഇങ്ങനെ ലോക്സ് ജനറേറ്റ് ആവും. അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ അറിയാതെ ഒരു ആപ്ലിക്കേഷൻ അതിനകത്ത് ഹിഡൻ ആയിട്ട് വല്ല വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് പെൻ ടെസ്റ്റിംഗ് പഠിച്ചവർക്ക് അതിനകത്ത് MSF കൺസോൾ എന്ന് പറഞ്ഞൊരു ടൂൾ യൂസ് ചെയ്തിട്ട് MSF വെനം എന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു APK ഫയൽ ജനറേറ്റ് ചെയ്ത് അത് ആൻഡ്രോയിഡിനകത്തോട്ട് ഇട്ട് അത് ആ ഫയൽ നമുക്ക് വേണമെങ്കിൽ ആ APK ഫയൽ നമുക്ക് വേണമെങ്കിൽ ഹിഡൻ ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഈവൻ ദോ അത് ഹിഡൻ ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോഗ് വെച്ച് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഈവൻ ദോ ആ ആൻഡ്രോയിഡ് ഇൻഫെക്റ്റഡ് ആണോ അല്ലേന്ന്. അതിന് കാരണം ലോഗ്സിന്റെ എപ്പോഴും നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യാനായിട്ട് കാണാൻ പറ്റും പാക്കറ്റ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈക്രോഫോണോ വല്ല ഓൺ അങ്ങനെ എന്തെങ്കിലും ലോഗ്സ് വല്ലതും കാണുമായിരിക്കും ഈവൻ ദോ ആപ്ലിക്കേഷൻ എല്ലാം ഓഫ് ആണെങ്കിൽ പോലും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ വല്ലതും ഓൺ ആണെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാവും എന്തോ ഒരു ഡിവൈസ് ഇൻഫെക്റ്റഡ് ആണെന്ന്. ഓക്കെ, പിന്നെ പുൾ ആൻഡ് പുഷ് കമാൻഡും അതും ADBയുടെ കമാൻഡ് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫയൽ നമുക്ക് വേണമെങ്കിൽ ആൻഡ്രോയിഡിനകത്ത് നമുക്ക് വലിച്ചെടുക്കാം. അതായത് ഇപ്പം സപ്പോസ് ഇപ്പം ആൻഡ്രോയിഡിന്റെ ഫോൾഡറിനകത്തും ഏതെങ്കിലും ഒരു എന്താ ഫോട്ടോസോ വീഡിയോസോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ പുള്ളിന്റെ കമാൻഡ് എഴുതി നമുക്ക് വേണമെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ സിസ്റ്റത്തിലോട്ട്. അതേപോലെ പുഷ് ചെയ്യാൻ പറ്റും നമ്മുടെ സിസ്റ്റത്തിലുള്ള അങ്ങോട്ട്. ഈ പുൾ പുഷ് കമാൻഡ് അതിന് വേണ്ടിയിട്ടാണ്. റിമോട്ട് ആക്സസ് നമ്മൾ നോക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ഒരു കുറച്ച് നേരം നമ്മൾ ഡിവൈസ് കണക്റ്റഡ് വെച്ചാണ് ചെയ്യാൻ പോണേ. ലാസ്റ്റത്തെ ആകുമ്പോൾ ഞാൻ ഡിവൈസ് എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഇതിനെ റിമോട്ട്ലി കൺട്രോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് അതും പറഞ്ഞുതരാം. പിന്നെ ഡീബഗിങ് ചെയ്യും, ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് ഉണ്ട്, ഓട്ടോമേഷൻ കാര്യങ്ങൾ, കീ ലോഗിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇന്ന ടൈമിൽ ഇന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലാണ്. അത് നിങ്ങൾ ഇത് ഫർദർ ഇത് പഠിക്കാൻ നേരത്ത് അപ്പോൾ ഈ കമാൻഡ്സ് ഇതിനെക്കാട്ടി കുറേ ഇത് വെച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് സ്മാർട്ട് വാച്ചിലുള്ള ഡാറ്റാസ് നമുക്ക് ഇത് യൂസ് ചെയ്ത് റീഡ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഈ ADBയുടെ അതായത് ഈ ഒരു ടൂൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ കുറേ എക്സ്റ്റെൻസീവ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പഠിക്കാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ,
അപ്പൊ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളാണ്. അപ്പൊ ADB എന്ന് പറഞ്ഞൊരു ടൂളാണ്. അത് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഒരു കമാൻഡ് ഉണ്ട്. അപ്പൊ ആ ഒരു കമാൻഡാണ് ഇത്. വിൻഡോസിൽ ഇൻസ്റ്റാളേഷന് androiddeveloper.com പോവുക. എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം വിൻഡോസിലുള്ള ടൂൾസ്. അതേപോലെ ലിനക്സിലാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു 2 കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിനക്സിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ വിൻഡോസിൻ്റെ ഉള്ള കമാൻഡ്സും ചാറ്റിലിട്ട് തരാം. അപ്പോൾ ആരെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യണവർക്ക് വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ ലിനക്സിന്റെ കമാൻഡ് തരാം. അടുത്ത ആഴ്ച മുതൽ ഈ വൈകിട്ടിരുന്ന ഓവർ അടിയുടെ പരിപാടിയൊക്കെ നടത്തണം. കോഴ്സുകളൊക്കെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ വെറുതെ ഒരു കാര്യമില്ല. കള്ളുപിടിക്കുക അതെന്റെ പരിപാടി. മൈക്രോഫോൺ ഓണാടാ, മൈക്രോഫോൺ ഓണാ. ആരാ സംസാരിക്കണത്? TTS ആന്റണിയെ മൈക്രോഫോൺ ഓണാട്ടാ. ഓക്കെ. അപ്പൊ ലിനക്സിന്റെ കമാൻഡ് കൂടി ഞാൻ പേസ്റ്റ് ചെയ്ത് തരാം. അപ്പൊ ഈ രീതിയാണ് നമുക്ക് വേണമെങ്കിൽ ആ ടൂൾ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇനിയാണ് ഇത്. അപ്പൊ നിങ്ങളുടെ ടൂൾ, അതായത് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഇൻസ്റ്റാളേഷൻ നിങ്ങൾ കഴിഞ്ഞു. ഈ ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ആ ADB ടൂൾ ഇൻസ്റ്റാൾ ആയി. ഇനി ഫോണിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ജെനിമോഷൻ അല്ലേ, അതേപോലെയാണ് ലിനക്സിൽ ഒരു ജെനിമോഷൻ പോലത്തെ, അതായത് മിറർ ചെയ്യുന്ന ഒരു ജെനിമോഷൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ പല ആൻഡ്രോയിഡ് അതിനകത്ത് വേണമെങ്കിൽ റൺ ചെയ്യാൻ പറ്റും കേട്ടോ. പല ആൻഡ്രോയിഡ്, അത് നല്ലൊരു ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ഫോൺ ടെസ്റ്റ് യൂസ് ചെയ്യുന്ന പകരം നമുക്ക് ജെനിമോഷൻ്റെ അകത്ത് യൂസ് ചെയ്ത് നമുക്ക് പല ആൻഡ്രോയിഡിന്റെ സിമുലേഷൻ ഉണ്ടാക്കാൻ പറ്റും. പിക്സൽ, OnePlus അങ്ങനത്തെ കുറെ സിമുലേഷൻ ഉണ്ടാക്കി നമുക്ക് അറ്റാക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നല്ലൊരു ടൂളാണ് അത്. ആൻഡ്രോയിഡ് പെൻ ടെസ്റ്റിംഗ് പഠിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടൂളും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ടൂള് SCRCPS സ്കാപ്പി എന്ന് പറഞ്ഞൊരു ടൂൾ. അത് മിററിങ്ങിന് വേണ്ടി മാത്രമേ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ഫോണ് നിങ്ങൾക്ക് കണക്ട് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ഫോണ്. അപ്പൊ ആ ഫോൺ മിറർ ചെയ്താണ് നിങ്ങൾ ഇതിനകത്ത് കണ്ടത്. ഓക്കെ. അപ്പൊ ഇപ്പൊ കണക്ഷൻ ഉണ്ട്. ഇപ്പം കേബിളായിട്ട് ഇപ്പൊ കണക്ട് ചെയ്തേക്കുവാണ്. ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ കേബിൾ ഡിസ്കണക്ട് ചെയ്തിട്ട് റിമോട്ടിൽ ഇത് കണക്ട് ചെയ്യാൻ ഞാൻ ലാസ്റ്റ് അത് ചെയ്യിപ്പിക്കാം. എന്നിട്ട് ഇതിനെ ഷട്ട് ഡൗണും ചെയ്യിപ്പിക്കാം റിമോട്ട്ലി. ഓക്കെ. അപ്പൊ ആൻഡ്രോയിഡിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആൻഡ്രോയിഡിൽ എല്ലാവരുടെയും ആൻഡ്രോയിഡിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പൊ ആൻഡ്രോയിഡിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സെറ്റിങ്സിൽ പോവാ. അതിനകത്ത് അബൌട്ട് ഫോൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നിങ്ങളുടെ അബൌട്ട് ഫോണിൽ പോവാ. ഇതിനകത്ത് ബിൽഡ് നമ്പർ ഉണ്ട്. അത് 7 വട്ടം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ് എഴുതി വരും. എനിക്ക് ഓൾറെഡി ഡെവലപ്പർ ഓപ്ഷൻ ആണ്, അതുകൊണ്ട് പിന്നെ വരത്തില്ല. നിങ്ങൾ ഈ ബിൽഡ് നമ്പർ എവിടെയെങ്കിലും കാണും. ഓരോ ആൻഡ്രോയിഡിലെ സെറ്റിംഗ്സ് വേറെ ആയിരിക്കട്ടെ. അപ്പൊ ഈ ബിൽഡ് നമ്പർ എവിടെയെങ്കിലും തപ്പി കണ്ടുപിടിച്ചാൽ മതി. ഈ ബിൽഡ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ 7 തവണ നിൽക്കുക. അപ്പം URA ഡെവലപ്പർ എന്ന് പറഞ്ഞ് താഴെ ഒരു മെസ്സേജ് പോലെ വരും കേട്ടോ. ആ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ താഴെ ഒരു പുതിയൊരു ഓപ്ഷൻ വരും, ഇങ്ങനെ ഡെവലപ്പർ ഓപ്ഷൻ. അപ്പൊ ഈ ഡെവലപ്പർ ഓപ്ഷനിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾ ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ USB ഡീബഗിങ് ഈ ഒരു സംഭവം ഓണാക്കിയാൽ മാത്രം മതി. പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട. അതാണ് ഇനീഷ്യലി ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് ഫോണ് ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ കേട്ടോ. കാരണം ഇത് ആർക്ക് വേണമെങ്കിലും ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ ഇത്. അപ്പോൾ വൺസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഫോൺ ഇവിടെ ഇരിക്കുക. നിങ്ങളുടെ സിസ്റ്റം ഓൺ ആക്കുക. സിസ്റ്റത്തിനകത്ത് വിൻഡോസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വിൻഡോസ് 6 നിൽക്കി കഴിഞ്ഞാൽ ടെർമിനൽ ഓൺ ആവും. ആ ടെർമിനലിനകത്ത് ADB എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ ADBയുടെ കുറേ കമാൻഡ്സ് വരും. അതേപോലെ ലിനക്സ് യൂസർ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ലിനക്സിന്റെ ടെർമിനലിൽ പോവാം. ജസ്റ്റ് ADB എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ മതി. ADBയുടെ ഇങ്ങനെ കുറേ കമാൻഡ്സും കാര്യങ്ങളും വരും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആൻഡ്രോയിഡിനെ റിമോട്ടിൽ മീൻസ് ഇപ്പം കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഈ കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആൻഡ്രോയിഡിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യാൻ നേരത്ത് ADB ഡിവൈസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. ആദ്യത്തെ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADB ഡിവൈസ് എന്ന് പറഞ്ഞ ടൈപ്പ് കമാൻഡ്സ് എല്ലാം ഞാൻ മറ്റേ PPT-യിലുണ്ട്. ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ടീമിന്റെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ PPT, പിന്നെ ഇവിടുത്തെ സ്റ്റുഡൻസ് ഉള്ളവർക്ക് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ. PPT-യും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ. അപ്പോൾ ADB ഡിവൈസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റിലേ വരുമ്പോൾ ആദ്യത്തെ തവണ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് എൻ്റർ അടിക്കുമ്പോൾ ഡിവൈസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വരും.
പക്ഷേ അതേപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ ഒരു ആദ്യം മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ, ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്താൽ മാത്രം മതി. ആ ഒരു ഇഷ്യൂവേ വരത്തുള്ളൂ. അപ്പോൾ വൺസ് ആ പോപ്പപ്പ് മെസ്സേജ് പിന്നെ പ്രശ്നമില്ല, പിന്നെ എപ്പോഴും അത് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ ആ വൺസ് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഡിവൈസിന്റെ പേര് എന്ന് പറഞ്ഞു വരും. അപ്പോൾ ആദ്യം അഥവാ ബ്ലാങ്ക് ആയിട്ട് വന്നാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ പോപ്പപ്പ് മെസ്സേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ADB ഡിവൈസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഡിവൈസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സീരിയൽ നമ്പർ വെച്ചൊരു പേര് വരും. വൺസ് ഈ ഡിവൈസ് എന്ന് പറഞ്ഞ പേര് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ADB ഷെൽ എന്ന് പറഞ്ഞ് കയറാൻ പറ്റും. ADB ഷെല്ല് പറഞ്ഞ് എൻ്റർ അടിക്കുമ്പം ഞാനിപ്പം കയറിയിരിക്കണേ എൻ്റെ ഫോണിൻ്റെ ഷെല്ലിലോട്ടാണ് കയറിയിരിക്കുന്നത്. അതായത് എൻ്റെ ഫോണിൻ്റെ ഷെല്ലാണെങ്കിൽ ഞാൻ LS അടിക്കുമ്പോൾ കണ്ട എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജുകൾ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ SD കാർഡിലോട്ട് കയറാം. എൻ്റെ ഫോണിൻ്റെ CD സ്പേസ് SD കാർഡിലോട്ട് കയറി, എന്നിട്ട് LS അടിച്ചപ്പം ഇതാണ് എൻ്റെ ഫോണിൻ്റെ ഫോൾഡറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഞാൻ ഓണാക്കി കഴിഞ്ഞാൽ അതെ ഞാൻ ആ ഫയൽ കാണിച്ചു തന്നാൽ അത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കണ്ട അലാറംസ്, ഡോക്യുമെന്റ്സ്, മ്യൂസിക്, റെക്കോർഡിംഗ്, കണ്ട അലാറംസ്, ആൻഡ്രോയിഡ് ഓഡിയോ, എല്ലാ ഓഡിയോ ബുക്സ്, ഓരോ ഫോൾഡർ എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇതെല്ലാം നോക്കാം, ഫോൾഡർ എല്ലാം നോക്കാം. ഇതിനകത്തൊരു പ്രത്യേക ഒരു ഫോൾഡർ ഉണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഹയർ ലെവൽ ഓഫ് ആൻഡ്രോയിഡ് പെൻ ടെസ്റ്റിംഗ് പോകുമ്പോഴാണ് ഇത് പഠിക്കുന്നത് കേട്ടോ. ബിറ്റ് സ്നൂപ്പ് എന്ന് പറഞ്ഞ് സംഭവം എന്ന് പറഞ്ഞാൽ അതായത് ബ്ലൂടൂത്തിന്റെ കണക്ഷൻ എല്ലാം സേവ് ലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ സ്മാർട്ട് വാച്ചും ഫോണുമായിട്ട് കണക്ട് ചെയ്യുമ്പം ആ ടൈം സ്മാർട്ട് വാച്ച് എന്തൊക്കെയാണ് നിങ്ങളുടെ ഹാർട്ട് ബീറ്റിംഗ് ഒക്കെ എത്രയാണെന്ന് കഴിയുമ്പോൾ അത് ഫോണിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഡാറ്റ ഒക്കെയാണ്. അപ്പോൾ ബ്ലൂടൂത്തിൽ പോണ എല്ലാം ഡാറ്റ എല്ലാം ലോഗ് എല്ലാമാണ് ഈ ഒരു ഫയലിലായിരിക്കും സേവ് ആണ്. അതെങ്ങനെ എടുക്കണമെന്ന് അത് എനിക്കത് ഹയറിൽ അതിപ്പോൾ നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒരു ലോഗ് ഫയലിലായിരിക്കും സേവ് ആണ്. അപ്പം ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് വാച്ചുകളും കണക്ട് ആണെങ്കിൽ ആ ഹാർട്ട് റേറ്റിന്റെ റീഡിങ് അതിന്റെ എല്ലാ ഡേറ്റയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ ഇത് വെച്ച് എങ്ങനെയാണ് ആ ഡേറ്റ കണ്ടുപിടിക്കുന്നത്, അത് സെപ്പറേറ്റ് ഒരു കോഴ്സാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ലോഗ് കാണുകയാണെങ്കിൽ വിചാരിച്ചോ അതൊരു ബ്ലൂടൂത്തിന്റെ ലോഗാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ നിന്നാണ് ഈ ഒരു എന്താ ആൻഡ്രോയിഡ് ഡിവൈസിന്റെ ഫോൾഡർ എല്ലാം ഞാൻ ആക്സസ് ചെയ്യുക. കണ്ടോ, അപ്പൊ എനിക്ക് എല്ലാ ഫോൾഡറിലും കയറാൻ പറ്റും. അപ്പൊ അതാണ് അതിന്റെ ഒരു ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ. വൺസ് കണക്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സിസ്റ്റം യൂസ് ചെയ്തിട്ട് എൻ്റെ ആൻഡ്രോയിഡ് ഫോണ് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഫോൾഡറിൽ കയറാൻ പറ്റും, ഫയൽസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫയൽസ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് ടെർമിനൽ വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതാണ് ബേസിക് കമാൻഡ്. ബേസിക് ആദ്യത്തെ 2 കമാൻഡ് എന്ന് പറഞ്ഞാൽ ADB ഡിവൈസും ADB ഷെല്ല്. ഇനി നമ്മൾ അടുത്ത ലോട്ട് പോവാണ്. അതായത് ഇതാണ് ബേസിക് കമാൻഡ്. നമ്മൾ ADB ഡിവൈസും ADB ഷെല്ലാണ് ബേസിക് നമ്മൾ നോക്കിയത്. ഇനി അടുത്ത് നമ്മൾ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കമാൻഡ് എന്ന് പറഞ്ഞാൽ ADBയുടെ പാക്കേജസ് ആണ്. പാക്കേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് കാണുന്ന ഈ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയാണ് ആൻഡ്രോയിഡിനകത്തുള്ള ആപ്ലിക്കേഷൻ അത് മൊത്തം ഡിസ്പ്ലേ ആയി വരും. അപ്പോൾ ആൻഡ്രോയിഡിനകത്ത് ഏതൊക്കെ അലാറം ആണെങ്കിൽ കാലണ്ടർ അങ്ങനെ ഇൻബിൽഡ് ആയിട്ടുള്ള നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ അത് മൊത്തമാണ് നമുക്ക് ലിസ്റ്റ് ആയിട്ട് വരാൻ പോണേ. അപ്പം നമുക്കത് നോക്കാം. ആ കമാൻഡ് ടൈപ്പ് ചെയ്ത് നോക്കാം. കമാൻഡിന്റെ പേര് ADB ഷെല്ല്. ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ട് തിരിച്ചു. ഓക്കെ, കമാൻഡ് പേര് എന്ന് പറഞ്ഞാൽ ADB ഷെല്ല് ലിസ്റ്റ് പാക്കേജസ്. അപ്പോൾ ഇത്രയും കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതും ഇൻബിൽഡ് ആയിട്ടുള്ള എല്ലാ പാക്കേജുകളുടെ പേരാണിത്. അപ്പോൾ വൈഫൈ ആണെങ്കിൽ വൈഫൈ അതൊരു പാക്കേജാണ്. അപ്പോൾ അതിൻ്റെ പേര് വരും. പിന്നെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് വരും. അപ്പോൾ ഇനി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫയർഫോക്സ് ഉണ്ട്, അതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ആപ്ലിക്കേഷൻ്റെ പേരാണ്. അപ്പോൾ ഇത് നിങ്ങൾ കാണണേ ഈ ആപ്ലിക്കേഷൻ ചെറിയ ആപ്ലിക്കേഷൻ തൊട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ കണ്ട ഈ ഫയർഫോക്സിലെ ലോഗോ കണ്ട അതിൻ്റെ ആ പാക്കേജിൻ്റെ പേരാണിത്. അപ്പോൾ ഇത് വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ലോഗോ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ റിമോട്ട്ലി എനിക്ക് വേണമെങ്കിൽ ഓപ്പൺ ആക്കാം. അപ്പം ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇൻബിൽഡ് ആയിട്ടുള്ളതും എന്തൊക്കെയാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ആ പാക്കേജസ് എല്ലാമാണ് ലിസ്റ്റ് ആയത്. അപ്പോൾ നിങ്ങൾ ബ്ലൂടൂത്ത്, വൈഫൈ, ക്രോം, ChatGPT, പെർപ്ലക്സിറ്റി അതെല്ലാം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതും അല്ലാതെ ഇൻബിൽഡ് ആയിട്ടുള്ള എല്ലാം ഡിസ്പ്ലേ. ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജസാണ്. അപ്പം ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജിൽ വേറെ ആരെങ്കിലും അഥവാ ഹിഡൻ ആയിട്ട് വല്ല പാക്കേജ് വല്ല ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എൻ്റെ അറിവില്ലാതെ അതും ഇതിനകത്ത് ലിസ്റ്റ് ആവും കേട്ടോ.
അപ്പോൾ ചില ആപ്ലിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ആക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഇത് ഇനി അടുത്ത കമാൻഡ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ആപ്ലിക്കേഷൻ ആണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള കമാൻഡ് എന്ന് പറഞ്ഞാൽ adb ഷെൽ pm ലിസ്റ്റ് പാക്കേജസ് -3 എന്ന് പറഞ്ഞു ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്യുമ്പോൾ കണ്ട ഇനി ഈ കാണുന്ന പാക്കേജസ് ഇല്ല, ഇതെല്ലാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന പാക്കേജസാണ്, ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഫയർഫോക്സ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ചെയ്ത പറഞ്ഞ് നമുക്ക് ഫയർഫോക്സ് മാത്രം എടുക്കാം. എന്നിട്ട് അത് നമുക്ക് ഇതിനകത്ത് വഴി സിസ്റ്റം വഴി നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സിസ്റ്റം വഴി എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണത് ഈ ഒരു, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം ഫയർഫോക്സിന്റെ ആ പാക്കേജസ് ആദ്യം നോക്കാം. നമുക്ക് ഇതിനകത്ത് ഫയർഫോക്സിന്റെ പാക്കേജ് മോസില കണ്ട, ഇതാണ് ഫയർഫോക്സിന്റെ പാക്കേജ്. അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ കോപ്പി ചെയ്യുക. എന്നിട്ട് adb ഈ ഒരു കമാൻഡ് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ജസ്റ്റ് ഈ ഒരു സ്ഥലത്താണ് നിങ്ങൾ ആ മോസിലയുടെ പാക്കേജിൽ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടാണ് കമാൻഡ് അതേപോലെ വന്നത്. അപ്പോൾ വേറെ ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഇത്രയും ശ്രദ്ധിച്ചാൽ ഈ ORGയുടെ തൊട്ട് ഈ ലാസ്റ്റ് ആ പാക്കേജ് അതാണ് നിങ്ങൾ കോപ്പി ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മോസില ആയതുകൊണ്ട് തൊട്ട് ORG തൊട്ട് ലാസ്റ്റ് ഫോക്സ് വരെ അതാണ് കോപ്പി ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പം ക്ലിക്ക് ചെയ്യുക, അതായത് ഞാൻ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കോ, നിങ്ങൾ റൈറ്റ് സൈഡിൽ എന്താ കാണുന്നത് നോക്കിക്കോ. നിങ്ങൾ കണ്ട മോസില ഓപ്പൺ ആയതുണ്ടാ. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈവൻ ദോ ആപ്ലിക്കേഷൻ ഇതിനകത്ത് കാണുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിന് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് എന്ന് പറഞ്ഞാൽ adb ഷെൽ pm uninstall, adb ഷെൽ pm uninstall. പിന്നെ ആ ലാസ്റ്റ് ഇവിടെയാണ് നിങ്ങൾ ഏതാണ് ആപ്ലിക്കേഷൻ്റെ പാക്കേജിൻ്റെ പേര് കൊടുക്കേണ്ടത്, അതാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മോസില ഞാനിപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ നോക്കിക്കോ ഈ പേജ് എന്താ പറ്റുന്നത്. ഇത് മൊത്തം ആപ്ലിക്കേഷൻ എല്ലാം ക്ലോസ് ആവും, എന്നിട്ട് അൺഇൻസ്റ്റാൾ ആയിപ്പോവും കണ്ടാ. കുറച്ച് കഴിയുമ്പോൾ ഈ ലോഗോയും പോവും, നോക്കിക്കോ കണ്ടാ പോയി കണ്ടാ, ആ ലോഗോയും പോയി. ഇങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ ആയാലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മോസിലയുടെ ഒന്നും കാണത്തില്ല, മൊത്തം പോയി. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അതേപോലെ തന്നെ റൺ ചെയ്യിപ്പിക്കാം, അതേപോലെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതാണ് ബേസിക് പാക്കേജസിൻ്റെ കമാൻഡ്, adbയുടെ പാക്കേജസിൻ്റെ കമാൻഡ്. ഇനി അടുത്തതിലോട്ട് നീങ്ങാം. ഇതാണ് ലോഗ്, ഇതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ലോഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബാറ്ററി സ്റ്റാറ്റസ്, വൈഫൈ സ്റ്റാറ്റസ്, അങ്ങനത്തെ കുറേ ലോഗും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പുറത്താക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള കമാൻഡാണ് അടുത്ത. അപ്പം നേരെ ടെർമിനലിൽ പോവാം, ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് കമാൻഡ് വന്ന് adb logcat എന്ന് പറഞ്ഞു, adb logcat ഇതാണ് കമാൻഡ്. അപ്പം ഈ കമാൻഡ് ഞാൻ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുമ്പം ഈ സിസ്റ്റത്തിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കാര്യങ്ങൾ റൺ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫൈയുടെ കണക്ഷൻ്റെ അതിൻ്റെ കുറച്ച് ലോഗ് കാണും. പിന്നെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിം ഉണ്ടെങ്കിൽ സിമ്മിൻ്റെ ലോഗ്, ഇപ്പോൾ സിം ഒന്നും കണക്ട് ചെയ്യാത്തതുകൊണ്ട് വേറെ ഒന്നും കാണത്തില്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വല്ല ആപ്ലിക്കേഷൻ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ മാത്രമേ ലോഗ് കാണത്തുള്ളൂ. ഇപ്പോൾ നോക്കിക്കോ, ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് ലോഗ് കഴിയുമ്പോൾ കുറച്ചുണ്ട് നിന്ന് കണ്ട, കുറച്ച് കഴിയുമ്പോൾ പതുക്കെ പോകത്തുള്ളൂ. അത് ഈ ബാറ്ററി സ്റ്റാറ്റസും അതിങ്ങനെ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് ലോഗും പിന്നെ വൈഫൈയുടെ കാര്യം, വൈഫൈയുടെ സ്റ്റാറ്റസും അതൊക്കെയാണ് കുറച്ച് ആയിട്ട് കാണുന്നത്. വൺസ് ഞാനൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ, ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കാൻ നോക്കുക. അപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുമ്പോൾ നോക്കി എടുത്ത് വെച്ചത് കണ്ട, ഇപ്പോൾ എല്ലാ വൈഫൈയുടെ കാര്യങ്ങളും വൈഫൈ സ്റ്റാറ്റസും കണ്ട അങ്ങനെയൊക്കെയാണ് വരുന്നത്. കാരണം അത് എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യണ വേറെ വല്ല ആപ്പ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വേറെ എന്തെങ്കിലും ആപ്പ് വല്ല റൺ ചെയ്യണമെങ്കിൽ ആപ്പിൻ്റെ പേര് ഇതിനകത്ത് വരും. ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് കാണുന്ന മൊത്തം വൈഫൈ കാര്യം. ഇനി വൺസ് ഞാനൊരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ അപ്പോൾ നോക്കിക്കുക എന്താ നടക്കുന്നത്, അതിൻ്റെ ലോഗാണ് ജനറേറ്റ് ആണ് കണ്ട. ഇപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ആയി, അപ്പോൾ അതിൻ്റെ ലോഗ് ജനറേറ്റ് ആയതുണ്ടാ കണ്ട. ക്രോമിയോ ഓപ്പൺ ആയി, അതിൻ്റെ ലോഗ്സ് ആയിരുന്നു ജനറേറ്റ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വല്ല പ്രോസസ്സ് റൺ ചെയ്യുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ട. അപ്പോൾ ഈ ലോഗ് ഭയങ്കര അത്യാവശ്യമായിട്ടാണ് പെൻ ടെസ്റ്റിംഗിൽ വരുമ്പോഴാണ് ഇത് കൂടുതൽ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ലോഗ് ജനറേറ്റ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നത് സിസ്റ്റത്തിന്റെ ലോഗ്സ്, അതായത് വൈഫൈ, ബാറ്ററി സ്റ്റാറ്റസ്, അങ്ങനത്തെ ലോഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യാൻ പോണേ. അതിൻ്റെ ഉള്ള കമാൻഡ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഷെല്ല് ഡം സിസ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം ഡം സിസ് എന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ എൻ്റർ അടിക്കുമ്പോൾ എനിക്ക് എല്ലാത്തിൻ്റെ സിസ്റ്റം ഇൻഫർമേഷൻ, ബാറ്ററി, വൈഫൈ, അങ്ങനെ അങ്ങനെ കുറേ ബാക്ക്ഗ്രൗണ്ട്, ബ്ലൂടൂത്ത്, അതിൻ്റെ എല്ലാത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ ലോഗ്സ് എല്ലാം എനിക്ക് കിട്ടും. കണ്ട, ഇത് ഇത്ര വായിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഈ ലോഗ്സിനകത്ത് ബാറ്ററി സ്റ്റാറ്റസ് മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കമാൻഡാണ് ഞാൻ അടുത്ത ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും ലോഗാണ് ഇപ്പോൾ ജനറേറ്റ് ആണ്. അപ്പോൾ ഓരോത്തിനും ഓരോ പെൻ ടെസ്റ്റിംഗിൽ ഓരോ എന്താ പഠിക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഇപ്പോൾ ബാറ്ററി മാത്രമേ എടുക്കുന്നു. ബാറ്ററി വൈഫൈ എടുക്കാം, 2 കമാൻഡും ഉണ്ട്. ബാറ്ററി വൈഫൈ എടുക്കാം. ഞാനിതിപ്പോൾ ക്ലോസ് ചെയ്ത് ഞാനിപ്പോൾ എടുക്കാൻ പോണേ ADB ഷെൽ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബാറ്ററി സ്റ്റാറ്റസ് ഇതിനകത്ത് പറയണമെന്ന് പറഞ്ഞാൽ ലെവൽ 100, സ്കെയിൽ 100 ഉദ്ദേശിക്കണേ ഇതിൻ്റെ 100% ചാർജ്. കണ്ടോ, മേളിൽ നോക്കിക്കഴിഞ്ഞാൽ 100%, 100%. അപ്പോൾ ഇത് കുറയുന്നതനുസരിച്ച് ഇതിനകത്തും നമുക്ക് ലോഗിൽ കാണാൻ പറ്റും. കുറയാൻ വൺസ് നിങ്ങൾക്ക് ഏകദേശം റിമോട്ട് ഒരു റൂട്ട് ആക്സസ് ഉണ്ടെങ്കിൽ ആ ഫോണിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറേ തട്ടിപ്പ് നടക്കുന്നുണ്ട് ടെലിഗ്രാം വഴി. ഏകദേശം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ കാണുന്ന ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യല്. കാരണം ഇടയ്ക്ക് ബാറ്ററി സ്റ്റാറ്റസ് ഒക്കെ ഡിപ്ലീറ്റ് ചെയ്യാനായിട്ട് കാണാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും പ്രോസസ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി റൺ ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ എന്തെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രോസസ്സ് റൺ ചെയ്ത് ക്രിപ്റ്റോ കറൻസി മൈനിങ് ഒക്കെ നടക്കുമായിരുന്നു പണ്ട്. ഇപ്പൊ അത് കുറച്ച് ആൻഡ്രോയിഡിന്റെ സെക്യൂരിറ്റി ഒക്കെ കൂടി ഇപ്പൊ അത് നടക്കാൻ ഇച്ചിരി പാടാണ്. പക്ഷെ ഇപ്പൊ വേറെ എന്തെങ്കിലും വഴി വല്ല കണ്ടുപിടിക്കായിരിക്കും ആരെങ്കിലും. പക്ഷെ ആ ഒരു ടൈമിൽ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ഇപ്പോഴും ആയാലും കണ്ണു കാണാൻ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യില്ല കേട്ടോ. പിന്നെ എൻ്റെ ബാറ്ററിയുടെ പേര് സ്റ്റാറ്റസ് ടെക്നോളജി ലിഥിയം പോളിമർ ആണ്. ടെമ്പറേച്ചർ ഇപ്പോൾ കറണ്ട് ടെമ്പറേച്ചർ, അങ്ങനെ അങ്ങനെ കുറേ വോൾട്ടേജ്, അങ്ങനത്തെ കുറേ ഇൻഫർമേഷൻ ആട്ടോ ഇത്. ഓക്കെ, ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് വൈഫൈയുടെ സ്റ്റാറ്റസ് എടുക്കാൻ പോവാം. രണ്ടും കൂടി നോക്കട്ടെ. വൈഫൈ ബാറ്ററി കഴിഞ്ഞ് വൈഫൈയുടെ സ്റ്റാറ്റസ് എടുക്കാം. അപ്പോൾ ഈ വൈഫൈ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഏത് വൈഫൈ ആണ് ഞാനിപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത്. ലോഗിനകത്ത് ഇച്ചിരി കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. ദേ കണ്ട, ഈ SSD എഴുതിയിരിക്കണ വലതുവശത്ത് ഇതാണ് എൻ്റെ വൈഫൈയുടെ പേര്. അപ്പം ഇങ്ങനെ പിന്നെ ഇതിനകത്ത് ചില ലോഗ് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് അപ്പം അത് ഹയറിൽ വരുമ്പോഴാണ് പഠിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ലോഗ്സ് മാത്രമേ ഉള്ളൂ നിങ്ങളിപ്പം മോണിറ്റർ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ലോഗിങ് ആൻഡ് മോണിറ്ററിങ്. ഇനി അടുത്ത നമ്മൾ പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ റെക്കോർഡിങ്സ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം, സ്ക്രീൻ റെക്കോർഡിംഗ് എടുക്കാം, അവനറിയാതെ തന്നെ. അപ്പോൾ ഈ ടൂൾ വെച്ച്, അതായത് ADB യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, സ്ക്രീൻ റെക്കോർഡിങ്ങും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് എൻ്റെ സ്ക്രീന്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കും. അപ്പോൾ അതിൻ്റെ കമാൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് കൊടുക്കുക, alan.png എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കും. എന്നിട്ട് അത് നേരെ എൻ്റെ SD കാർഡിലോട്ട് അലൻ എന്ന് പറഞ്ഞൊരു പേരിലായിരിക്കും സേവ് ആയി കിടക്കുന്നത്. അപ്പം ഞാനിതിപ്പോൾ എൻ്റർ അടിച്ച് പോയാൽ ഒരു സെക്കൻഡ്, ചെറുതായിട്ടൊന്ന് ഹാങ് ആയതേ ഉള്ളൂ. ഓ സോറി, സ്ക്രീൻ റെക്കോർഡാട്ടോ കൊടുത്തേ, ഞാൻ സ്ക്രീൻഷോട്ട്. ഓ നിൽക്കട്ടെ ഒരു സെക്കൻഡ്, കമാൻഡ് ഒന്ന് മാറിപ്പോയി.
സ്ക്രീൻ ക്യാപ്പ് ആയിരുന്നു. സോറി. എന്നാലും അലൻ എന്ന് പറഞ്ഞൊരു ഫയൽ വന്ന് കാണുമായിരിക്കും അവിടെ. സ്ക്രീൻ ക്യാപ്പ്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഉള്ള കമാൻഡാണ് സ്ക്രീൻ ക്യാപ്പ്. നേരത്തെ കാണിച്ചതെന്ന് പറഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡായിരുന്നു കേട്ടോ. സ്ക്രീൻ ക്യാപ്പ് കൊടുത്ത് ഞാനിപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അലൻ 1 എന്ന് പറഞ്ഞു കൊടുക്കാം ഈ പ്രാവശ്യം. അപ്പോൾ അലൻ 1 എന്ന് പറഞ്ഞ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടാ അലൻ ഇൻ ആക്സസ് ഓൺ സ്ക്രീൻ ക്യാപ്പ് CRWEN ADB ഷെൽ സ്ക്രീൻ ക്യാപ്പ് hello.png എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ഓക്കെ, ഇവിടെ ഞാൻ എസ് കൊടുത്തായിരുന്നു, അതാ പ്രശ്നം പറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ക്രീൻഷോട്ടിലുള്ള കമാൻഡ് സ്ക്രീൻ ക്യാപ്പ്. എന്നിട്ട് ഇതാണ് ഞാനൊരു ഫയൽ നെയിം കൊടുത്തത്, hello.png എന്ന് പറഞ്ഞൊരു ഫയൽ നെയിം കൊടുത്ത് ഞാൻ എൻ്റർ അടിക്കുമ്പോൾ കണ്ടോ, അപ്പോൾ വന്നിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. ഇത് എവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ നിങ്ങളുടെ ഫോണിലോട്ട് പോവാം. എന്നിട്ട് നേരത്തെ കാണുന്ന ആ ഫയലിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പം നമ്മൾ നേരത്തെ എടുത്ത ആ അലൻ ഡോട്ട് അതെല്ലാം വന്നിട്ടുണ്ട്. hello.png ഉണ്ട്, വേണ്ട, ഇതാണ് സ്ക്രീൻഷോട്ട് വന്നേക്കുന്നത്. ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന സ്ക്രീൻഷോട്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോണ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിങ്ങിൻ്റെ മുമ്പ് ഇതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നേരത്തെ ഓക്കെ. അപ്പോൾ ഇനിയാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ കമാൻഡ് ചെയ്യാൻ പോണത്. അപ്പോൾ സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ നേരത്തെ പോലെ തന്നെ ഇതാണ് കമാൻഡ്, ADB ഷെല്ല് സ്ക്രീൻ റെക്കോർഡ് SD കാർഡ് alan.mp4 എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. MP4 ഫയലാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേരിലായിരിക്കും സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റർ അടിക്കുമ്പം ഇത് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടാ, ഒന്നും വരത്തില്ല. അതായത് ഇത് റൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്തിട്ട് ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡിംഗ് നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലായിട്ട് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാം. എന്നിട്ട് ഞാൻ ഇത് Ctrl+C കൊടുത്ത് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ വൺസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ റെക്കോർഡിംഗ് നമ്മൾ എവിടെ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ അതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ, അതേപോലെ തന്നെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റെക്കോർഡിംഗ് അവിടെ വെച്ച് നിന്ന് നമ്മുടെ ഈ ഫയലിൻ്റെ അകത്ത് ഈ ഒരു പേരിലായിരിക്കും കിടക്കണം. അപ്പോൾ നേരെ പോവാ, ഫോൾഡർ പോവാ, കണ്ടാ, ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് VLCയിൽ ഓപ്പൺ ആക്കിട്ട് കണ്ടാ, ഇതാണ് ആ റെക്കോർഡിംഗ് ചെയ്തതാണ് കാണുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ADB യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ഈ കമാൻഡ് എല്ലാം ഞാനിപ്പോൾ റിമോട്ടിൽ ഇങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ഈ കമാൻഡ് എല്ലാം റിമോട്ട്ലി ആയാലും നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി അടുത്തതിലോട്ട് പോവാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കിങ്ങിൻ്റെ കമാൻഡാണ് അടുത്ത്. അപ്പം നെറ്റ്വർക്കിങ്ങിൻ്റെ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം, കാരണം നിങ്ങൾ റിമോട്ട്ലി കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഫോണിൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളും അറിയണം. അപ്പോൾ IP അഡ്രസ്സ് നെറ്റ്വർക്കിങ്ങിൻ്റെ ബേസിക് കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഇത്. സോ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫോണ്. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ ADB ഷെല്ല് IF കോൺഫിഗ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ കമാൻഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിയുമ്പം എൻ്റെ ഈ ഡിവൈസിൻ്റെ IP അഡ്രസ്സ് എന്താണെന്ന് പറഞ്ഞുതരും. അപ്പോൾ ഈ ഡിവൈസിൻ്റെ IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 192.168.1.127. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്ത് ഇങ്ങനെ വന്നതെന്ന്, എങ്ങനെ ഈ നമ്പർ മാത്രം എന്തിനാണ് എടുത്തതെന്ന്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ എൻ്റെ മോഡ് ഓഫ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ വൈഫൈയാണ്. അപ്പോൾ വൈഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് നോക്കിക്കഴിഞ്ഞാൽ WLAN 0 എഴുതിയേക്കുന്നത്. WLAN വൈഫൈയുടെ പേരാണ്, ഒരു ഇന്റർഫേസിന്റെ പേരാണ് WLAN. വൈഫൈനെ പറയുന്ന പേരാണ് WLAN എന്ന് പറയുന്നത്. അപ്പോൾ ഈ WLANന്റെ ആ ഒരു റോയിൽ, അപ്പോൾ WLANന്റെ ലോഗാണിത്. അപ്പോൾ WLANന്റെ ലോഗിൽ iNetന്റെ വലതുവശത്ത് ഇരിക്കുന്ന ആ അഡ്രസ്സാണ് നിങ്ങളുടെ IP അഡ്രസ്സ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ റിമോട്ട്ലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അഡ്രസ്സാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വേറൊരാൾ സിസ്റ്റത്തിൽ നിന്റെ ആൻഡ്രോയിഡ് ഫോണിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു IP അഡ്രസ്സ് അറിയണം, ആ ആൻഡ്രോയിഡ് ഡിവൈസിന്റെ IP അഡ്രസ്സ് അറിയണം. അത് വെച്ചാലേ നമുക്ക് റിമോട്ട്ലി കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ 2-3 ചെറിയ കമാൻഡ്സ് നമുക്ക് നോക്കാം. അഥവാ നെറ്റിന്റെ ഇതും IP അഡ്രസ്സ് കിട്ടാനുള്ള കമാൻഡ് തന്നെയാണ് അടുത്ത ADB ഷെല്ല് IP അഡ്രസ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സെയിം തന്നെ ആയിരിക്കും. അപ്പം ഞാൻ എന്തായാലും കോപ്പി ചെയ്തിട്ട്
IP അഡ്രസ്സ് കണ്ട സെയിം തന്നെയാണ്. അപ്പം നേരത്തെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ /IP അഡ്രസ്സിൻ്റെ വലതുവശത്ത് ഈ /24 എന്ന് പറഞ്ഞാൽ സബ്നെറ്റിംഗാണ്. അപ്പോൾ സബ്നെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു IP അഡ്രസ്സ് നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈക്വൽ ആയിട്ട് ഹോസ്റ്റും നെറ്റ്വർക്കുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. നെറ്റ്വർക്കിങ്ങിൻ്റെ ബേസിക് പഠിക്കുന്നവർക്കാണ് ഇത് മനസ്സിലാകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് IP അഡ്രസ്സ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്യാം, പുതിയത് പേസ്റ്റ് ചെയ്യാം. കാരണം നമുക്ക് ഇനി റിമോട്ട്ലി അത് ആവശ്യം വരും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പേസ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തത് സാധാരണ നെറ്റ്വർക്ക്, അതായത് നിങ്ങളുടെ ഫോണ് നെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ഒരു പിങ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഗൂഗിളിലോട്ട് നമ്മൾ ഗൂഗിൾ തുറക്കത്തില്ല, അതുപോലത്തെ ഒരു കണക്ഷൻ ടെസ്റ്റാണിത്. അപ്പോൾ അതിൻ്റെ കമാൻഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് കണക്ട് ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നെറ്റ് സ്മൂത്ത്ലി റൺ ചെയ്യുന്നുണ്ട്. ADB ഷെല്ല് പിങ് google.com. എൻ്റർ അടിക്കുമ്പോൾ എൻ്റെ ഫോണിൽ നിന്നാണ് ഇത് ഷെല്ല് ഓപ്പൺ ആക്കി ഗൂഗിളുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഗൂഗിളിൻ്റെ IP അഡ്രസ്സും കിട്ടുന്നുണ്ടോ. അപ്പോൾ ഗൂഗിളിൽ കണക്റ്റഡ് ആണിത്, കണക്ട് ആയതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ലോഗ് കിട്ടിയത്. അപ്പോൾ ഇതാണ് നെറ്റ്വർക്കിങ്ങിൻ്റെ ബേസിക്. ഇനിയാണ് അടുത്തതിലോട്ട് പോകണേ. ഇത് ഇച്ചിരി, അതായത് നിങ്ങളുടെ ആൻഡ്രോയിഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നോക്ക്, കാരണം എറർ വല്ലതും വരാം, കാരണം ഓരോ ആൻഡ്രോയിഡിലും ഓരോ പ്രത്യേകതയാണ്. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ആൻഡ്രോയിഡിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വൈബ്രേഷൻ വരുന്നില്ലേ, ആ വൈബ്രേഷനെ കൺട്രോളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആ വൈബ്രേഷൻ എനിക്ക് വേണമെങ്കിൽ ഒരു 10 സെക്കൻഡ് വരെ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് എനിക്ക് ആ വൈബ്രേഷൻ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ഫോണിൻ്റെ. അപ്പോൾ ഞാൻ ഈ കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വൈബ്രേഷൻ കൂടി നിങ്ങൾക്ക് കേൾപ്പിക്കാം, അതായത് 10 സെക്കൻഡ്. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ മില്ലി സെക്കൻഡാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ഇവിടെ ഒരു ഈ 1ന്റെ പകരം 2 ആക്കി കഴിഞ്ഞാൽ 20 സെക്കൻഡ് വരെ വൈബ്രേഷൻ വരും. അപ്പോൾ അതാണ് ശരിക്കും പറയാം കമാൻഡ് ഉദ്ദേശിക്കുന്നത്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ശരിക്കും ആദ്യം ADB ഷെല്ലിലോട്ട് പോകും, പിന്നെ SU എന്ന് പറഞ്ഞാൽ റൂട്ടിലോട്ട് കയറും. ഈ 2 കമാൻഡാണ് വൈബ്രേഷൻ, അതായത് വൈബ്രേഷൻ ആക്സസ് ചെയ്യണ ഫോൾഡറാണ് ഇതെല്ലാം. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ ആ ഫോണിൻ്റെ ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വൈബ്രേഷൻ പോലെ കറങ്ങാനായിട്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഫോണൊന്ന് വൈബ്രേറ്റ് ചെയ്യത്തില്ലേ, ആ വൈബ്രേറ്റ് ചെയ്യുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ചെറിയൊരു മോട്ടറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോടാ, ഫോണിൻ്റെ അകത്ത് ചെറിയൊരു മോട്ടർ പോലത്തെ ഒരു സാധനം കാണും. ആ മോട്ടർ കറങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അതാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ആ മോട്ടറിനെ ഞാനൊരു 10 സെക്കൻഡ് വരെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിപ്പിക്കുക. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫോൺ ഇതാണ്, കമാൻഡ് ഇതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ മോട്ടർ മാത്രമല്ല, നിങ്ങൾക്ക് ഫോണിൻ്റെ സകലതും കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു കമാൻഡ്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ മോട്ടർ മാത്രമേ നോക്കുന്നുള്ളൂ, ഫോണിൻ്റെ അകത്തുള്ള ഇൻബിൽഡ് മോട്ടർ മാത്രമേ. നിങ്ങൾക്ക് ക്യാമറയുടെ മറ്റേ സൂം ഇൻ സൂം ഔട്ട് അതൊക്കെ നിങ്ങൾക്ക് മാനുവലി, പിന്നെ വേറെ എന്താ ബ്ലൂടൂത്ത് കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട്. ADB ഷെല്ലിലോട്ട് പോവാം, SCലോട്ട് കയറാം, റൂട്ട് യൂസർ ആവാം, എന്നിട്ട് ഈ ഒരു കമാൻഡ് കോപ്പി പേസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഈ ഒരു കമാൻഡ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഞാൻ എൻ്റർ അടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫോണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്തോട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ വൈബ്രേഷൻ കേൾക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ എൻ്റർ അടിക്കുമ്പോൾ എല്ലാവർക്കും ഫോൺ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഫോണ്. ജസ്റ്റ് വൈബ്രേഷൻ കേൾക്കണമെങ്കിൽ ഞാൻ ആ ഇതിനകത്തോട്ട് വെക്കാം. എന്നിട്ട് ഞാൻ വൺസ് ഞാൻ ഈ എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വൈബ്രേഷൻ 10 സെക്കൻഡ് വരെ കേൾക്കാൻ പറ്റും. കണ്ട കേട്ടായിരുന്നോടാ? ആരെങ്കിലും കേൾക്കാൻ പറ്റിയാ? 10 സെക്കൻഡ് മാറ്റിയിട്ട് 20 സെക്കൻഡ് ആക്കുവാണെങ്കിൽ 20 സെക്കൻഡ് വരെ. അപ്പോൾ വൈബ്രേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. സാധാരണ നിങ്ങൾ വിചാരിക്കുന്ന നോട്ടിഫിക്കേഷന് മാത്രമാണ് ഈ വൈബ്രേഷൻ, അല്ല, നമുക്ക് ഇങ്ങനെ വഴിയായാലും കൺട്രോൾ ചെയ്യാൻ പറ്റും. ആരെങ്കിലും കേൾക്കാൻ പറ്റിയാടാ? വൈബ്രേഷൻ കേൾക്കാൻ പറ്റിയോ? ഒന്നുകൂടി വേണമെങ്കിൽ കേൾപ്പിക്കാം കേട്ടാ. കേൾക്കാൻ പറ്റിയായിരുന്നാ? ചാറ്റിലിട്ടാലും മതി. മൈക്രോഫോൺ വഴി വൈബ്രേഷൻ വല്ല കേൾക്കാൻ പറ്റിയായിരുന്നാ? ഇല്ല, ഒന്നുകൂടി ചെയ്യാം, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഈ പ്രാവശ്യം ഒരു
ഇവൻ ചെറുതായിട്ട് ഇൻഫിനിക്സ് കേൾക്കാൻ പറ്റിയടാ? വൈബ്രേഷൻ എല്ലാം കേൾക്കാൻ പറ്റിയാ? കുഴപ്പമില്ല, എന്തായാലും മൈക്രോഫോണിൻ്റെ ആയിരിക്കും. പക്ഷേ ഇത് വെച്ച് നിങ്ങൾക്ക് ഇല്ല, ആർക്കും കേൾക്കാൻ പറ്റിയില്ല. വൈബ്രേഷൻ ഇപ്പോൾ വേറെ ഏത് രീതിയിലാണ് അത് കേൾപ്പിക്കട്ടെ. ഫോണിൻ്റെ അകത്തേക്ക് നോട്ട് ഒരു പ്രാവശ്യം ചെയ്തായിരുന്നു. കുഴപ്പമില്ല, കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ കമാൻഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടോ. ഇത് വെച്ച് എന്തായാലും വൈബ്രേഷൻ എന്തായാലും നടക്കുക. ഇല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് തുറന്ന് മോട്ടർ വല്ലതും കാണിക്കണ്ടേ വൈബ്രേഷൻ. ഇതാണ് ശരിക്കും പറഞ്ഞ കമാൻഡ് ഇടാം. അപ്പോൾ ഏത് നിങ്ങൾക്ക് എന്താ പറയുക ഡിവൈസ്, ഇപ്പോൾ ഇതിനകത്ത് ഈ എൻ്റെ വൈബ്രേഷൻ്റെ ലൊക്കേഷൻ ഇതിനകത്ത് പറഞ്ഞു കൊടുത്ത്, എന്നിട്ട് എത്ര സെക്കൻഡാണ് ഇത് കറങ്ങണേന്ന് പറഞ്ഞു കൊടുത്ത്, അങ്ങനെയാണ് ഈ 2 കമാൻഡ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു, അത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫുൾ കൺട്രോൾ ആയിരിക്കും നിങ്ങളുടെ ഫോണിൻ്റെ ഈ ഒരു കമാൻഡ്, ഈ ഒരു ടൂൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട്ലി, ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണേ റിമോട്ട്ലി ആക്സസ് ആണ് ചെയ്യാൻ പോണേ. അപ്പോൾ വേറെ വല്ല ടോപ്പിക് ഉണ്ടോ എന്ന് നോക്കട്ടെ. റിമോട്ട്ലി തന്നെ ലാസ്റ്റത്തെ ടോപ്പിക് എത്തി. അപ്പോൾ എങ്ങനെയാണ് റിമോട്ട്ലി കണക്ട് ചെയ്യണേ? റിമോട്ട്ലി കണക്ട് ചെയ്യുന്ന 2 കമാൻഡ്സ് വഴിയാണ് നമ്മൾ റിമോട്ട്ലി കണക്ട് ചെയ്യാൻ പോണേ. അപ്പോൾ ഈ ഫസ്റ്റ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ADB ആദ്യമേ ഇതിന് TCP/IP കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ADB കണക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നേരത്തെ കോപ്പി ചെയ്ത IP ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ആ പോർട്ട് നമ്പർ കൊടുക്കും. TCP/IP പോർട്ട് നമ്പർ 55555. നിങ്ങൾക്ക് ഈ നമ്പർ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, നിങ്ങൾ ഇഷ്ടമുള്ള കൊടുക്കാം. പക്ഷേ റിമെമ്പർ 2024 മുതൽ 2024 തൊട്ട് 65535 ഈ ഒരു നമ്പറിൻ്റെ ഇടയിലായിരിക്കും കേട്ടോ കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിപ്പോൾ 55 കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പറിൻ്റെ ഇടയിലായതുകൊണ്ടാണ് 55 എന്ന് കൊടുത്തത്. ഇപ്പോൾ പോർട്ട് നമ്പറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ 0 തൊട്ട് അല്ലെങ്കിൽ 0 തൊട്ട് 2024 വരെയുള്ള പോർട്ട് നമ്പർ റിസർവ്ഡ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നിന്നൊന്നും എടുക്കല്. 2024 കഴിഞ്ഞ് 65535 പോർട്ട് നമ്പറിലെ എടുക്കാവുള്ളൂ. ഓക്കെ, ബാക്ക് ടു എങ്ങനെയാണ് ഇതിന് റിമോട്ട് കണക്ഷൻ എനേബിൾ ആക്കുന്നത്. അപ്പോൾ ADB സ്പേസ് TCP/IP സ്പേസ് നമ്മൾ ആ പോർട്ട് നമ്പർ കൊടുത്ത് ഞാൻ ഇതിനകത്ത് 777 എന്ന് പറഞ്ഞു കൊടുക്കുക. എൻ്റർ അടിച്ചു വേണ്ട സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ആവും. അതായത് ആ ഒരു ADB മൊത്തം ഒന്ന് റീസ്റ്റാർട്ടായി സിസ്റ്റം ഒന്ന് ഈ ഒരു പോർട്ടിലോട്ട് ലാച്ച് ആവും ആ ഒരു പോർട്ട് നമ്പറിൽ. ഇനി ഒരു കമാൻഡ് കൂടിയുണ്ട്, ആ കമാൻഡിൻ്റെ പേരാണ്, അപ്പം ആ കമാൻഡ് കൂടി ടൈപ്പ് ചെയ്തിട്ട് ADB സ്പേസ് കണക്ട് സ്പേസ് നമ്മുടെ ആ IP അഡ്രസ്സ് :777. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, നല്ല രീതിയിൽ ഹാങ് ആകുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം എന്തായാലും. ഓക്കെ, ADB ഡിവൈസ് ഓക്കെ.
നെറ്റെല്ലാം കണക്റ്റഡ് അല്ലേ? ഓക്കെ. 5 സാറിന് ഇത് കഴിയുമ്പം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ താഴെ കണക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. വെയിറ്റ് ചെയ്യാം. ഓക്കെ. ചെറിയൊരു സെക്കൻഡ് കേട്ടോ, ചെറിയൊരു ഹാങ് ആയതാട്ടോ. ADB ഇത്രയും വേണ്ട, ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കേണ്ടതാണ്. എന്തായാലും നോക്കാം. ഒരു സെക്കൻഡ്, ഞാൻ എൻ്റെ ഫോണിലോട്ടൊന്ന് നെറ്റ് ഒന്ന് മാറ്റിയിട്ട്. നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ വരുമ്പം ഇങ്ങനൊരു വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നെറ്റ് എന്തായാലും വേണം ഇതിനു വേണ്ടി. ഇല്ല, ഒരു രക്ഷയില്ല. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ എന്തായാലും നെക്സ്റ്റ് ടൈമിൽ ഇതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു കേൾക്കാം. നെറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഇത് വരുന്നത്. നെറ്റ് നല്ലോണം ഉണ്ടായിരിക്കണം. അപ്പം നെറ്റ് കണക്ട് ആകുമ്പം അപ്പോൾ ഇത് ശരിക്കും നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫിങ് ഞാൻ പറഞ്ഞുതരാം. ADB ഒരു സെക്കൻഡ്. ഞാൻ എന്തായാലും ലാസ്റ്റത്തെ ആ ഡെമോൺസ്ട്രേഷൻ കൂടി കാണിച്ചു തരാം. അപ്പം ഒരു പ്രാവശ്യം കൂടി നോക്കാം.
128 നമ്മുടെ ഇപ്പൊ ഇത് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADB ഡിവൈസ് ക്ലിക്ക് ചെയ്യുക, ഡിവൈസിന്റെ പേര് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. നെറ്റിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെന്ന് ആദ്യം IP അഡ്രസ്സ് വേണം. രണ്ടാമത്തെ പറഞ്ഞാൽ ഒരു പോർട്ട് നമ്പർ അതിനകത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ പോർട്ട് നമ്പർ പറഞ്ഞാൽ TCP/IP സ്പേസ് നമ്മളിങ്ങനെ ഒരു നമ്പർ കൊടുത്ത് 444 എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്ത്, അത് കഴിഞ്ഞ് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ADB കണക്റ്റ് എന്ന് പറഞ്ഞ് ആ IP അഡ്രസ്സ് നമ്മൾ കൊടുത്ത്. ഇതിനകത്തുള്ള IP അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ IP അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 ഇപ്പോൾ കാണിക്കണേ. IP മാറുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, കുഴപ്പമില്ല 128. അപ്പോൾ ഈ 127 മാറ്റി 128 ആക്കാം. എന്നിട്ട് 444 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പം ഇവിടെ കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ വൺസ് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു ടെർമിനൽ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ADB കണക്റ്റ്, എന്നിട്ട് ആ IP അഡ്രസ്സ് കൊടുക്കുക കറക്റ്റായിട്ട് 192.168.1.128 എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ആ പോർട്ട് നമ്പർ കൊടുക്കുക 4444. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കണക്റ്റഡ് എന്ന് പറഞ്ഞ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോൾ വൺസ് സക്സസ്ഫുള്ളി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കണക്റ്റഡ് സക്സസ്ഫുള്ളി ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഇതൊന്ന് ഊരിയാൽ മതി. കേബിൾ ഊരുക. കേബിൾ ഊരി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ADB, അപ്പം നിങ്ങൾ ഈ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ADB റീബൂട്ട് എന്ന് പറഞ്ഞ് ആദ്യം ഡിവൈസ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് വന്ന് ഇനി ADB റീബൂട്ട് എന്ന് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ റീബൂട്ട് എൻ്റർ അടിക്കുമ്പോൾ കണ്ട ഫോൺ സ്വിച്ച് ഓഫ് ആയതുണ്ടോ. അപ്പം അങ്ങനെയാണ് ലാസ്റ്റത്തെ ആ ഡെമോയിൽ. അപ്പോൾ കേബിൾ ഊരിയിട്ട് ഇതേ കമാൻഡ് തന്നെ നമുക്ക് കേബിൾ ഊരി തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ സിസ്റ്റം ഫോണിലെല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ആവും. അതായത് നമ്മുടെ ഫോൺ കംപ്ലീറ്റ്ലി നമ്മുടെ കൺട്രോളിലാവും ആ ലാസ്റ്റത്തെ ചെയ്ത് കഴിഞ്ഞാൽ. കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമുക്ക് ഈ കേബിളിൻ്റെ ആവശ്യം വരത്തില്ല. അതാണ് പറഞ്ഞത്, ഫോൺ ആർക്കും അങ്ങനെ കൊടുക്കില്ല. നമുക്ക് വേണമെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫോൺ നമുക്ക് വേണമെങ്കിൽ സിസ്റ്റത്തിൽ കണക്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പം ലാസ്റ്റ് ആ റിമോട്ട്ലി കണക്ഷനിലാണ് ചെറിയൊരു ഫെയിൽ ആയി പോയത്. അത് എന്താ ഇവിടുത്തെ നെറ്റിൻ്റെ ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ്. കാരണം IP ചേഞ്ച് ചെയ്യാൻ പാടില്ല, പിന്നെ സെക്യൂരിറ്റി ഫയർവാൾ വല്ലതും ഉണ്ടെങ്കിൽ അതും കാണും. പക്ഷേ കമാൻഡ് ഇത്രയേ ഉള്ളൂ. ആ 2 കമാൻഡ് കൊടുത്ത് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ എപ്പോൾ വേണമെങ്കിലും ആ ഫോൺ നമ്മുടെ കൺട്രോളിൽ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വൈഫൈയുടെ ചുറ്റുള്ള ആയിരിക്കണം. വൺസ് അവൻ സ്വന്തം ഇന്റർനെറ്റിന്റെ വെളിയിൽ പുറത്തു പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ വൈഫൈയുടെ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് നടക്കത്തില്ല. അപ്പം നിങ്ങളുടെ വീട്ടിനകത്തുള്ള വൈഫൈയുടെ അകത്തിരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവൻ ഫോൺ മൊബൈൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് പോകുകയാണെങ്കിൽ, നിങ്ങളുടെ വൈഫൈ വിട്ട് പുറത്ത് പോകുകയാണെങ്കിൽ പിന്നെ ഇത് നടക്കത്തില്ല. അപ്പോൾ ഇതാണ് ADBയുടെ ഒരു ചെറിയൊരു ഡ്രോബാക്ക്. അപ്പോൾ ഐ ഹോപ്പ് ഇതൊരു ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയെന്ന് എനിക്ക് തോന്നി. ലാസ്റ്റത്തെ ഒരു കിട്ടാത്ത റിമോട്ട്ലി ഒന്ന് കാണിക്കണമായിരുന്നു. നോക്കട്ടെ, നെക്സ്റ്റ് ടൈം വെബിനാറിൽ ഞാനിത് റെഡിയാക്കാം. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു റൗട്ടറിൽ അത് സെറ്റ് ചെയ്യാം. ഇവിടുത്തെ ചെറിയൊരു ഇഷ്യൂ ആയതുകൊണ്ടാണ്, ഫയർവാൾ ഇഷ്യൂ ലാസ്റ്റത്തെ അത് വർക്ക് ആകാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു എൻവയൺമെൻറ്റ് എൻ്റെ ഒരു റൗട്ടറിൽ ഞാൻ കണക്ട് ചെയ്തിട്ട് ഞാൻ ഇത് റെഡിയാക്കി തരാം കേട്ടോ നെക്സ്റ്റ് വെബിനാറിൽ. അപ്പോൾ ബാക്കിയെല്ലാം ഇതേപോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വൈബ്രേഷൻ കൺട്രോൾ ചെയ്യാം, ബ്ലൂടൂത്ത് കൺട്രോൾ ചെയ്യാം, വൈഫൈ കൺട്രോൾ ചെയ്യാം. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. സ്മാർട്ട് വാച്ചുമായിട്ട് ഇത് കണക്റ്റഡ് ആണെങ്കിൽ ആ ബ്ലൂടൂത്തിൻ്റെ ഡാറ്റ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും, അത് വെച്ച് കണക്ട് ചെയ്യണമെല്ലാം. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? എനിവൺ? അപ്പോൾ നമ്മുടെ ടോപ്പിക് മൊത്തം കഴിഞ്ഞ്, സർ ഇൻഫിനിക്സ് ഫോൺ IRM ഹോട്ട്സ്പോട്ട് കണക്റ്റഡ് ചെയ്ത വൈഫൈൻ്റെ ഡീറ്റെയിൽസ് കാണാം ആണില്ലേ, എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ? ഇൻഫിനിക്സ് പറയാൻ പറ്റുമോടാ? ആ മെസ്സേജ് വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഈ ഹോട്ട്സ്പോട്ട് കണക്റ്റഡ് ചെയ്ത് ആ വൈഫൈൻ്റെ ഡീറ്റെയിൽ കാണാനാണില്ല, അതെന്തെങ്കിലും ടൂള്? ഓക്കെ, വൈഫൈയുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇപ്പൊ സപ്പോസ് പണ്ട് അതിൻ്റെ ഒരു ആൻഡ്രോയിഡ് ടൂൾ ഉണ്ടായിരുന്നു, വൈഫൈ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ടൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ വൈഫൈയുടെ കണക്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടുമായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ റൂട്ടാക്കണം. റൂട്ടാക്കിയിട്ട് കാളി നെറ്റ് ഹണ്ടർ, ഇതുണ്ട്, ഇതൊരു റൂട്ടഡ് ഫോണാണ് ഇത്. കാളി നെറ്റ് ഹണ്ടർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് വൈഫൈയുടെ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അത് കാളി നെറ്റ് ഹണ്ടർ എന്നൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽസ് ഇതേപോലത്തെ ആ ഡീറ്റെയിൽ ഞാൻ സ്ക്രീൻ
അപ്പോൾ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാനേ ഉള്ളൂ ഇത്. വൈഫൈയുടെ ഡീറ്റെയിൽസും വേണ്ട. കാളി നെറ്റ് ഹണ്ടറിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈഫൈ ഹോട്ട്സ്പോട്ടിൻ്റെ അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കുറേ ഉണ്ട് ഇതിനകത്ത്. സ്നിപ്പിങ്, ടെർമെക്സിൻ്റെ കുറേ ടൂള്, അങ്ങനത്തെ കുറേ കണ്ട. ഇതായിരിക്കും വൈഫൈ ബഡ്ജറ്റ്. ഇതിനകത്ത് നമുക്ക് ആ പൊസിഷൻ എവിടെയാണ്, ഡിസ്പ്ലേ, അങ്ങനത്തെ കുറേ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പം അതിന് ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോൺ റൂട്ടഡ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വൈഫൈ ഹോട്ട്സ്പോട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഫോളോവേഴ്സ് ലിസ്റ്റ് കിട്ടാൻ വഴിയുണ്ടോ? ഇല്ല, അതൊക്കെ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെയൊക്കെ വെബിൻ്റെ ബേസ് ചെയ്തുള്ള ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇൻസ്റ്റാഗ്രാം ഇല്ല, അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് വൈഫൈ മറ്റേ ഈ വെബിൻ്റെ അങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റ്, സർവറും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. സർവർ സൈഡിൽ നടക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കണം. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇന്നത്തെ ലാബിലായാലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും? നെറ്റ് ഹണ്ടർ KEX ആണോ? നെറ്റ് ഹണ്ടർ നോക്കട്ടെ. ഞാനിത് ഓരോത്തിൻ്റെ ഓരോ നെറ്റ് ഹണ്ടറാടാ. ഇതിപ്പം ഷയോമി ഫോണിൻ്റെ അകത്ത് ഒരു സെപ്പറേറ്റ് കാളിയാണ് ഞാൻ ഇതിനകത്ത് ബിൽഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ഡിപ്പെൻഡൻ്റ് അപ്പോൺ ദി ഡിവൈസിൻ്റെ ബേസ് ചെയ്തിരിക്കും റൂട്ടിങ്ങും, അതനുസരിച്ച് ബേസ് ചെയ്തിരിക്കും കാളിയുടെ നെറ്റ് ഹണ്ടർ ഇൻസ്റ്റാളേഷൻ. ലൈവ് ലൊക്കേഷൻ കിട്ടുമോ? ആ ലൈവ് ലൊക്കേഷൻ അത് ചെയ്യാൻ പറ്റും. ഫിഷിംഗ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റൂടാ. അതിനുള്ള ടൂൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഴയ വെബിനാറിൽ ഞാൻ ഇത് ചെയ്തായിരുന്നു. ലൊക്കേഷൻ ആക്സസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തായിരുന്നു. ഫിഷിംഗ്, അതിൻ്റെ പേര് നിനക്ക് ഞാൻ ടൂൾ അയച്ചു തരാം. ടൂളിൻ്റെ പേര് സ്റ്റോം ബ്രേക്കർ എങ്ങാണ്ട. സ്റ്റോം ബ്രേക്കർ. ഇത് പോയി കഴിഞ്ഞാൽ നിനക്ക് ലൊക്കേഷൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിട്ടാടാ. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ലൊക്കേഷൻ, ക്യാമറ ആക്സസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഫിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കൺട്രോൾഡ് ലാബ് ആയിരിക്കണം. ആളുടെ പെർമിഷൻ ചോദിച്ചിട്ട് വേണം ഈ ലിങ്കൊക്കെ അയച്ചു കൊടുക്കാൻ കേട്ടാ, അല്ലെങ്കിൽ പെട്ട് കഴിയും കേട്ടാ. അപ്പോൾ നോക്കി കണ്ടൊക്കെ ചെയ്യാം കേട്ടാ. ആളുടെ പെർമിഷൻ ചോദിച്ചിട്ട് വേണം ഇത് എക്സ്പെരിമെന്റ് ചെയ്യാൻ കേട്ടാ. അപ്പോൾ ഇതാണ് സ്റ്റോം ബ്രേക്കർ എന്ന് പറഞ്ഞൊരു ടൂളാണ്. ഇത് ടൂൾ വെച്ച് സോഷ്യൽ എഞ്ചിനീയറിംഗ് കുറേ ഫിഷിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും സംശയം? എന്തെങ്കിലും പറഞ്ഞോടാ. ഇൻഫിനിക്സ് പറഞ്ഞോടാ. ഞാൻ ചോദിച്ചില്ല ഇൻഫിനിക്സ് വൈഫൈന്റെ ഡീറ്റെയിൽസ്. എന്താ ചോദിച്ചത്? വൈഫൈയുടെ എന്തായിരുന്നു? അത് ഞാൻ പറഞ്ഞപ്പോ നമ്മ ഒരാൾക്ക് ഹോട്ട്സ്പോട്ട് തന്നാല് നമുക്ക് ആരും കണക്ട് ചെയ്താൽ കാണാൻ പറ്റുമല്ലോ ആൻഡ്രോയിഡില്. ആൻഡ്രോയിഡിൽ ഇത് ഈ നെറ്റ് ഹണ്ടർ ഇൻസ്റ്റാൾ ചെയ്യണം. പണ്ട് ഇതിന് ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നെറ്റ് ഹണ്ടർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് നോക്കാൻ പറ്റും. ഇതിലേക്ക് വേറെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ആരൊക്കെ കണക്ട് ചെയ്തേക്കുന്നത് അറിയാനായിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എയർ ക്രാക്ക് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട് കാളിയുടെ അകത്ത്. എയർ ക്രാക്ക് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അല്ലെങ്കിൽ പിന്നെ എൻമാപ്പ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. എൻമാപ്പ് ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ടെർമെക്സിൽ ഇൻസ്റ്റാൾ ചെയ്യണേ കേട്ടോ. ടെർമെക്സിനകത്ത് ആ ടൂളുണ്ട്. അപ്പം നിനക്ക് അങ്ങനെ വേണമെങ്കിൽ ആരൊക്കെ നിന്റെ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഞാൻ ആ ടൂൾ അത് റൺ ചെയ്ത് കാണിച്ചു തരാം. ഡെമോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ടെർമെക്സ് ഇത് ഓപ്പൺ ആക്കുക. ഇതിനകത്ത് എൻമാപ്പ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. എൻമാപ്പ് ഓക്കെ, ഇതാണ് ആ ടൂളിൻ്റെ പേര്. എൻമാപ്പ് എന്ന് പറഞ്ഞാണ് ടൂളിൻ്റെ പേര് കണ്ടോ. അപ്പോൾ ഈ എൻമാപ്പിൻ്റെ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് പാക്കേജ് ഇൻസ്റ്റാൾ എൻമാപ്പാണ്. അപ്പോൾ ഈ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ആ എൻമാപ്പിൻ്റെ ടൂൾ ഇൻസ്റ്റാൾ ആവും. നിന്റെ ഫോണിൽ ടെർമിനൽസിൽ ഇൻസ്റ്റാൾ ആവും. വൺസ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ IP നോക്കുക. അപ്പോൾ നിന്റെ IPയുടെ ബേസ് ചെയ്തായിരിക്കണം ബാക്കിയുള്ള അതിൻ്റെ പ്രൊസീഡിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ് ആയിട്ടുള്ള ആയിരിക്കും ആളുകളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. IF കോൺഫിഗ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിന്റെ IP കിട്ടും. അപ്പോൾ ഈ IP സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേരാണ് കണക്ട് ചെയ്തേക്കണേ, അല്ലെങ്കിൽ നീ ഹോട്ട്സ്പോട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര പേരാണ് കണക്ട് ചെയ്തേക്കണേ, ആ ബേസ് ചെയ്തുള്ള എത്ര പേരാണ് കണക്ട് ചെയ്തേക്കുന്നത് ആ ലിസ്റ്റ് നിനക്ക് കിട്ടും. അപ്പോൾ സപ്പോസ് ഇപ്പോൾ സ്കാൻ ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കുക, 192.1.0 1.29 ആണെങ്കിൽ 129 ആണെങ്കിൽ ഈ ലാസ്റ്റ് കൊടുക്കുന്ന 192.1.0 ഈ 129ന്റെ പകരം
ലാസ്റ്റ് 1 കൊടുത്ത് /24 ഇട്ടിട്ട് വേണം സ്കാൻ ചെയ്യാൻ. അപ്പോൾ കംപ്ലീറ്റ് 1 മുതൽ 254 സിസ്റ്റം സ്കാൻ ചെയ്യും. അപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സിസ്റ്റം കണക്റ്റഡ് എന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ കാണിക്കും. നോക്കിക്കോ എൻ്റെ ഈ വൈഫൈ നെറ്റ്വർക്കിനകത്ത്. ഇപ്പം ഇതിനകത്ത് ആകെ ഒരാളേ ഉള്ളൂ ഇപ്പം വന്നേക്കണേ. അപ്പോൾ ആ ഒരാളുടെ IP മാത്രം. അപ്പം നീ എത്ര പേരാണ് ഇതിനകത്ത് കണക്ട് ചെയ്തേക്കണേ, എൻറ്റയർ ആ നെറ്റ്വർക്കിൻ്റെ ലിസ്റ്റ് മൊത്തം നിനക്ക് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരാളാണെങ്കിൽ ഒരാൾ വരും, 2-3 പേരാണെങ്കിൽ ആ 2-3 പേര് താഴെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. nmap എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്, ടൂളില്ല. ശരിക്കും പറഞ്ഞാൽ നീ nmap എന്ന് പറഞ്ഞ ആ ടൂൾ ഒന്ന് പഠിച്ചാൽ മതി. അതിനകത്ത് കുറേ ഇങ്ങനത്തെ അറ്റാക്കിങ്ങും ഡിഫെൻസിങ്ങും പിന്നെ ഇങ്ങനെ സ്കാനിങ്ങും മൊത്തത്തിൽ നെറ്റ്വർക്ക് മാപ്പിംഗ് ആണ് ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ. പറ്റുവാണെങ്കിൽ nmapന്റെ ടൂൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഈ ടൂള് പുറത്തുനിന്ന് എടുക്കേണ്ട പകരം ടെലിഗ്രാമിൽ നിന്ന് കുറേ കിട്ടും, ഇങ്ങനെ ക്രാക്ഡ് കാര്യങ്ങളൊക്കെ കിട്ടും. അതൊന്നും യൂസ് ചെയ്യണ്ട, സ്വന്തമായിട്ട് തന്നെ ഇത് നോക്കുക. അപ്പം നമ്മൾ ആദ്യം പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പം നിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എത്ര പേരാണ് ഹോട്ട്സ്പോട്ടിൽ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഹോട്ട്സ്പോട്ടിൽ കണക്ട് ചെയ്യാൻ അറിയണമെങ്കിൽ ആ വെച്ച് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഹോട്ട്സ്പോട്ടിൽ എത്ര പേരാണ് കണക്ട് ഡിവൈസുകളാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവൈസുകളൊക്കെ എനിക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ ഡിവൈസിനും ഓരോ ഇൻഡിവിജ്വൽ IP ഉണ്ട്. അപ്പോൾ ആ IP-നെ പറ്റി പഠിക്കും. പിന്നെ ഡിവൈസ് എല്ലാം വൈഫൈ വഴിയാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ വൈഫൈ IP എല്ലാം കണക്ട് എങ്ങനെയാണ് ഇത് അസൈൻ ചെയ്യണേ, വൈഫൈ എങ്ങനെയാണ് ഇത് അസൈൻ ചെയ്യണേ, എങ്ങനെ ഇത് സ്കാൻ ചെയ്യാൻ പറ്റും, സ്കാനിങ്ങിന്റെ വല്ല ടൂൾ ഉണ്ടോ, അങ്ങനെ ഓൺലൈനിൽ പോകുമ്പോൾ നിനക്ക് കിട്ടും. അപ്പൊ അങ്ങനെ വെച്ചാണ് പഠിക്കേണ്ടത് കേട്ടോ. പറഞ്ഞു ഇപ്പൊ എത്ര പേര് കണക്ട് ചെയ്ത് ഇപ്പൊ കാണിക്കുന്നത് സിസ്റ്റമിൽ തന്നെ? ആ സിസ്റ്റത്തിനകത്ത് എല്ലാം കാണുന്നുണ്ടായി ഓരോ IP അഡ്രസ് എല്ലാം. ഓക്കെ. പഴയ ഫോണിലല്ല, ഇപ്പൊ സെക്യൂരിറ്റി മെഷർ കൂടിയുണ്ട്, ഇപ്പൊ ഒന്നും വർക്ക് ആകത്തില്ല. പഴയ ആപ്പ് ഒന്നും ഇപ്പൊ വർക്ക് ആകത്തില്ല. ഇപ്പൊ നമുക്ക് ടെർമെക്സിൽ കുറച്ച് ചെറിയ വിദ്യകളൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ nmapഉം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ കംപ്ലീറ്റ് ഒരു ആക്സസ് പോയി കിട്ടി. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ആക്സസ് ഉണ്ടായിരുന്നു, റൂട്ട് ആക്സസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ആളുകൾ റൂട്ട് ചെയ്യണേ, ഫോൺ റൂട്ട് ചെയ്തിട്ടാണ് ചെയ്യണേ. സൽമാൻ എന്തോ പറഞ്ഞല്ലോ, nmap എന്തിനോ ശരിക്കും യൂസ് ആക്കണേ, നെറ്റ്വർക്ക് മാപ്പിങ്ങിനാണ് nmap യൂസ് ചെയ്യണേ. കംപ്ലീറ്റ് നിന്റെ സിസ്റ്റത്തിലെ ആരൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്, എത്ര പേരാ കണക്ട് ചെയ്തേക്കുന്നത്, ആ സിസ്റ്റം എന്തൊക്കെയാണ്, അതിന്റെ സകല ഡീറ്റെയിൽസ് ഈ nmap വഴി നിനക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ nmap എന്ന് പറഞ്ഞൊരു ടൂൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ റൂട്ടിംഗ് ഒരു ഇച്ചിരി ചടങ്ങാണത്. റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിന്റെ ഫാസ്റ്റ് ബൂട്ട് ലോഡറിൽ കയറി OEM കീ അൺലോക്ക് ചെയ്ത് അങ്ങനത്തെ കുറെ ചടങ്ങുണ്ട്. അത് ആൻഡ്രോയിഡ് പെൻ ടെസ്റ്റിംഗ് ആ ശരിക്കും പറഞ്ഞാൽ. ആ ടൈമിൽ വരുമ്പോഴാണ് നിങ്ങൾ ഇത് നോക്കണേ, റൂട്ടിംഗ് കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങളുടെ ഫോണിന്റെ ബേസ് ചെയ്ത് അതിന്റെ ബേസ് ചെയ്താണ് റൂട്ടിംഗ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഫോണിന്റെ മോഡൽ നമ്പർ ഏതാണ്, അപ്പൊ അത് നെറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റൂട്ടിങ്ങിന്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, റൂട്ടിംഗ് ചെയ്യാൻ നേരത്ത് ചുമ്മാ ഒരു ആപ്ലിക്കേഷൻ തരും, ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടത്തെറ്റാട്ടോ. നെറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഒരു ആപ്ലിക്കേഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ റൂട്ടായി കിട്ടും, ഒരു തേങ്ങയും ആകത്തില്ല കേട്ടോ. അങ്ങനെ ഒന്നും ചെയ്യില്ലട്ടാ, ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഫോൺ ഹാങ് ആകത്തേ ഉള്ളൂ. റൂട്ടിങ്ങിന് ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒരു സെറ്റ് ഓഫ് കമാൻഡ്സ് കാര്യം. ഇതേപോലെ തന്നെ ADB തന്നെ വെച്ചാണ് നമ്മൾ ചെയ്യണേ. ADB യൂസ് ചെയ്തിട്ടാണ് ശരിക്കും റൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. ADBയും ഫാസ്റ്റ് ബൂട്ട് എന്ന് പറഞ്ഞാൽ ഈ 2 കമാൻഡ് വെച്ചാണ് ചെയ്യണത് കേട്ടോ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യണേ, ഒന്ന് JEH, ഒന്ന് CPT ആണ്. അപ്പൊ CPTയുടെ ഒരു 3 മാസത്തെ കോഴ്സാണ്. അപ്പൊ CPT ആണ് കുറച്ചുകൂടി ജോബ് ഓറിയന്റഡ് ആയിട്ടാണ് CPT എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിപ്പിക്കുന്നത്. താല്പര്യമുള്ളവരാരെങ്കിലും ഇവിടുത്തെ മാർക്കറ്റിംഗ് ടീംകാർ ആരെങ്കിലും കാണും, അവരെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ക്ലാസ് എങ്ങനെയുണ്ടടാ, ബോറടിച്ച എല്ലാവരും? എന്റെ സമാധാനത്തിനെങ്കിൽ ഇല്ലാന്ന് പറ. ബോറടിച്ചേടാ? ഇല്ല, മതി, അത് മതി കേട്ടാ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത വെബിനാറിൽ എന്തായാലും കാണാം, ചോദിച്ചാൽ മതി കേട്ടാ. ഓക്കെ, അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ താഴെ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതിലൊന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നേരിട്ട് അയച്ചു തരാം. ഓക്കേടാ, താങ്ക്സ് കേട്ടാ. ഓക്കെ.